പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരാഴ്ച സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം നമുക്ക് പരസ്പരം ആശംസിക്കാം. ഈ പ്രഭാതത്തിൽ അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തില് 1-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ 1-ഉം 2-ഉം തിരുവചനത്തില് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങളും സമൂഹവും വ്യക്തിബന്ധങ്ങളിലൊക്കെ അന്ധകാരം വ്യാപിച്ചിട്ട് നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കാതെയും കാണേണ്ട കാര്യങ്ങൾ കാണാതെയൊക്കെ പോകുമ്പോൾ ദൈവത്തിന്റെ ചൈതന്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ തിരുവചനം ഇന്നേ ദിവസം നമുക്ക് സ്വന്തമാക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ മേലെ, സന്യാസ സമൂഹ ജീവിതങ്ങളുടെ മേലെ, സഭയുടെ മേലെ, നമ്മൾ ഇടപെടുന്ന വ്യക്തിബന്ധങ്ങളുടെ മേലെ, നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ മേലെ, നമ്മൾ വസിക്കുന്ന ഭവനത്തിന്റെ മേലൊക്കെ ദൈവത്തിന്റെ ചൈതന്യം നിറയാനായിട്ട് നമുക്ക് ഈ വചനം ഏറ്റെടുക്കുമ്പോൾ വിശുദ്ധ ജോബിന്റെ പുസ്തകത്തിലെ 24-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തില് ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകി സഹായിക്കുന്നു. അവരുടെ വഴികളിൽ അവിടുത്തെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിത മേഖലകളില് നമ്മുടെ മേലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആ ദൈവികമായ സാന്നിധ്യം നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മൾ പതിയുന്ന ഒരു പ്രാർത്ഥനയാണ്, വചനമാണ് ജോബിന്റെ പുസ്തകം 24-23. ഈ ഓരോ നിമിഷങ്ങളിലും ഈ ആഴ്ചകളിൽ നമ്മളെ നയിക്കാനും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളുടെ മേലെ ദൈവത്തിന്റെ ചലനമുണ്ടാകാനും ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ ജീവിതത്തിന്റെ മേലെ ഒന്ന് പതിയാനായിട്ട് ഇന്ന് ഈ വചനം നമുക്ക് സ്വന്തമാക്കാം. ഈ വചനത്തിലൂടെ എഫാത്ത കുടുംബത്തിലെ ഓരോ മക്കളെയും, ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവികമായ ചൈതന്യത്താൽ നിറച്ച് നിങ്ങളുടെ ഓരോരുത്തരും നിയോഗത്തിന്റെ മേലെ, നമ്മുടെ ഓരോരുത്തരും പ്രാർത്ഥനയുടെ മേലെ ദൈവത്തിന്റെ ദൃഷ്ടി പതിയട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ.